ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ മോളുടെ രഹസ്യം അത് ഇതുവരെ സത്യം അറിഞ്ഞിട്ടില്ലല്ലോ. അതറിയിച്ചാൽ എന്തൊക്കെ തകരുമെന്നും ആരുടെയൊക്കെ ജീവിതങ്ങൾ തകർന്ന് തരിപ്പണമാകുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്നെ അങ്ങനെ ഒറ്റയ്ക്ക് മുക്കാൻ നോക്കണ്ടാരും. മുക്കാൻ ശ്രമിച്ച കൂട്ടത്തോടെ മുക്കിയിട്ട് ഞാനും മുങ്ങും. ശാരദാമ്മേ, എന്താടി, എന്തു പറ്റി? നീ എന്താ ഈ നേരത്ത് ബാഗൊക്കെ ആയിട്ട്? ഞാൻ ഇനി അവിടെ താമസിക്കുന്നില്ല. താമസിക്കുന്നില്ലെന്നോ? ഞാൻ പറഞ്ഞത് എന്താ അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഞാനും മോളും ഇനി അവിടെ താമസിക്കുന്നില്ലാന്ന്. എടി, അതിന്റെ കാരണമാ ഞാൻ ഈ ചോദിക്കുന്നേ. എന്റെ ഭർത്താവെന്ന് പറയുന്ന ആൾക്ക് എന്നെ സംരക്ഷിക്കാനുള്ള പ്രാപ്തിയില്ല, അത് തന്നെ കാര്യം. ഇത്രയും കാലം ജീവിച്ചിട്ടും ഇപ്പോഴാണോ ബോധം വന്നത്? ആ, ഓരോരുത്തരുടെ തനിനിറം പുറത്തു വരുമ്പോഴാണല്ലോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങുന്നേ. എന്റെ ഭർത്താവിനെ എല്ലാരും കൂടി ചേർന്നങ്ങ് അടിമയാക്കി വെച്ചിരിക്കുക. എനിക്ക് വേണ്ടത് അങ്ങനെ തലയും കുമ്പിട്ട് എന്ന് സഹിച്ചു നിൽക്കുന്ന ഭർത്താവിനെ അല്ല, ഭാര്യയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളെയാ. അതെന്തായാലും രോഹിതിനെ കൊണ്ട് ഈ ജന്മത്ത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്കിനി അയാളെ വേണ്ട. നീ സങ്കടപ്പെടണ്ട. ഭർത്താവെന്ന് പറയുന്ന ആള് ഭാര്യയ്ക്ക് വേണ്ട പരിഗണന ഭർത്താവിന്റെ വീട്ടിൽ കൊടുത്തില്ലെങ്കിൽ ഇതെല്ലാം ഇതിനപ്പുറവും സംഭവിക്കും. രാജീവേട്ടന്റെ അമ്മയും അമ്മാവനും പറയുന്നത് രാജീവേട്ടൻ കേൾക്കും. അവിടെ എന്റെ വാക്കുകൾക്ക് എനിക്ക് സ്ഥാനമില്ല. ഒടുവിലിപ്പോ എന്തായി? രണ്ടും രണ്ട് വഴിക്കായി പിരിയാൻ തയ്യാറായി നിൽക്കുന്നു. എടി, നീ പറയുന്ന നിന്റെ കാര്യമാ. അവിടെ വിജയലക്ഷ്മി കിടന്ന് കലി തുള്ളുന്ന പോലെ ഇവിടെ കലി തുള്ളാൻ അങ്ങനെ ആരും ഇല്ല. നേരത്തെ ആണെങ്കിൽ സത്യാമ്മ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് വെക്കാം. പക്ഷെ ഇപ്പൊ ആ കുടുംബത്തിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും അവര് തയ്യാറായി നിൽക്കുക. അവരിൽ നിന്നൊരു മോശ അനുഭവം ഇവൾക്കുണ്ടായെന്ന് ഇവള് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കില്ല. കാരണം സത്യാമ്മ ഇപ്പൊ പഴയ ആളെ അല്ല. ആ, പഴയ ആളല്ലായിരിക്കും. പക്ഷെ മരുമക്കളെയും കൊച്ചുമക്കളെയും രണ്ട് രീതിയിൽ രണ്ട് കണ്ണുകൊണ്ട് കാണാൻ അവർക്കേ പ്രത്യേകം മിടുക്കാം. ശരി, സമ്മതിച്ചു. പക്ഷെ നീ അതിന് ഈ കൊച്ചിനെ വിളിച്ചോണ്ട് പോകുന്ന എന്തിനാന്നാ ഞാൻ ചോദിച്ചത്. സത്യയുടെ ഒപ്പം പപ്പി അവിടെ നിന്ന് സ്കൂളിൽ പോവൂലേ? അമ്മേ, ഞാനും മോളും കൂടി ഇങ്ങോട്ട് വന്നേൽ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഉണ്ടെങ്കി അമ്മ പറ, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് പൊക്കോളാം. എടി, എന്നാണോ ഞാൻ പറഞ്ഞത്? നിങ്ങളുടെ ഈ വഴക്കിനിടയ്ക്ക് ഈ കൊച്ചുങ്ങളെ തമ്മി അകറ്റുന്നത് എന്തിനാന്നാ ഞാൻ ചോദിച്ചത്. ഇതെന്റെ മോളായിട്ട് അയാൾക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ എന്റെ മോളെ അയാൾക്ക് കൊടുക്കുന്നേ? ശരി, മോളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്തേലും കഴിക്കാൻ കൊടുക്ക്. മോളെ, മോൾക്ക് അടപൊഴിഞ്ഞത് ഇഷ്ടമാണോ? എനിക്കിപ്പോ വേണ്ട. ആ, അങ്ങനെ പറഞ്ഞ പറ്റില്ലല്ലോ. വല്യമ്മ അടപൊഴിഞ്ഞതും ചായയും തരാം കേട്ടോ. വാ, വന്നേ. മോള് ചെല്ല്. വാ, നടക്ക്. മോൾക്ക് അടപൊഴിഞ്ഞത് തരാം കേട്ടോ. മുഴുവനും കഴിക്കണേ. നിക്കവിടെ. ഡേ, പപ്പി മോള് നിന്നതുകൊണ്ടാ ഞാൻ കൂടുതലൊന്നും പറയായിരുന്നത്. നീ നിന്റെ മോളെന്ന് കൂടെ കൂടെ ഇങ്ങനെ പറഞ്ഞു ഉറപ്പിക്കൊന്നും വേണ്ട. എത്ര പറഞ്ഞാലും അതങ്ങനെ ഉറപ്പിക്കാനും പറ്റില്ല. ഓ, അമ്മ പറഞ്ഞു വരുന്നത് എന്താണെന്നൊക്കെ എനിക്കിപ്പോ നന്നായിട്ട് അറിയാം. ഓ, എല്ലാരും സംസാരിക്കുന്ന കുഞ്ഞേച്ചിക്ക് വേണ്ടി തന്നെയാ. അവിടെയാണെങ്കിൽ സത്യമ്മ കുഞ്ഞേച്ചി കഴിച്ചെങ്കിലേ കഴിക്കൂ. ആ, കുഞ്ഞേച്ചി കിടന്നെങ്കിലേ സത്യമ്മയ്ക്ക് ഉറക്കം വരൂ. അത് കണ്ടിട്ടും കൂടിയാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ദാ ഇപ്പൊ ഇവിടെ വന്നപ്പോഴും ഇവിടെയും കുഞ്ഞേച്ചിയുടെ മഹത്വം മാത്രം. ചെയ്തതെല്ലാം വെച്ച് നോക്കുമ്പോ ആ വാക്ക് തന്നെയാ അവൾക്ക് ഉപയോഗിക്കേണ്ടത്. നിന്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി ഒരമ്മയും ചെയ്യാത്ത കാര്യമാ അവള് ചെയ്തത്. നിനക്ക് പപ്പിയെ നിന്റെ മോളെന്ന് പറയാൻ ഒരർഹതയില്ല ശ്യാമേ. പിന്നെ നിന്റെ ഭർത്താവ് അവിടെ പഞ്ചപുച്ച അടക്കി നിൽക്കുന്ന കാര്യം, അവനെ സത്യാമ്മയുടെ ദത്തുപുത്രനാ. അവനവിടെ അങ്ങനെ നിൽക്കാനുള്ള അർഹതയുള്ളൂ മോളെ. അവര് പറയുന്ന എന്താന്ന് വെച്ചാ അനുസരണ അവിടെ ചെയ്തു കൊടുക്കണം. കൊടുക്കുന്നുണ്ട്. ഇപ്പോഴേ പുതിയൊരു ജോലിയും കൂടി തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കൊട്ടേഷൻ പരിപാടി. കളക്ഷൻ ഏജന്റേ. എപ്പോഴാ ആരുടെങ്കിലും കത്തിക്ക് തീരുന്നെന്ന് പറയാൻ പറ്റില്ല. ഈ പണി തന്നെയല്ലേ വിഷ്ണു എടുത്തോണ്ടിരുന്നത്? ശാലിനി അതറിഞ്ഞ് കലി തുള്ളി ഇവിടെ വന്ന് എന്നോട് പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. അമ്മേ, വിഷ്ണു ഏട്ടനെ പോലെയാണോ രോഹിത്? ആ, എനിക്ക് രണ്ടുപേരെയും വേർതിരിച്ച് കാണാൻ പറ്റില്ല. ഓ,
അപ്പൊ എല്ലാരും കൂടി എന്നെ അങ്ങ് ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണല്ലേ? എടി, ഒറ്റപ്പെടുത്താനല്ല. നീ നിന്റെ ജീവിതം നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഇല്ലാതാക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുക. അംഗബലവും അവകാശവും രോഹിത്തിന്റെ ഭാഗത്താ. അവൻ വന്ന് ചോദിച്ചാ നിനക്ക് പപ്പിയെ കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് കഥകളെല്ലാം രോഹിത്തിന് അറിയുകയും ചെയ്യാം. അതെ, ചോദിച്ചു വരട്ടെ. ചോണയുണ്ടെങ്കിൽ ചോദിച്ചു വരട്ടെ. വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചിയും ഒക്കെ വരട്ടെ. പിന്നെ മോളുടെ രഹസ്യം അത് ഇതുവരെ സത്യം അറിഞ്ഞിട്ടില്ലല്ലോ. അതറിയിച്ചാൽ എന്തൊക്കെ തകരുമെന്നും ആരുടെയൊക്കെ ജീവിതങ്ങൾ തകർന്ന് തരിപ്പണമാകുമെന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എന്നെ അങ്ങനെ ഒറ്റയ്ക്ക് മുക്കാൻ നോക്കണ്ട ആരും. മുക്കാൻ ശ്രമിച്ച കൂട്ടത്തോടെ മുക്കിയിട്ട് ഞാനും മുങ്ങും. പറഞ്ഞില്ലെന്ന് വേണ്ട, എല്ലാ കള്ളക്കളയും ഞാൻ വിളിച്ചു പറയും. എനിക്ക് എന്റെ നിലനിൽപ്പാ വലുത്. എടി, ഈശ്വര, കുഴപ്പങ്ങളിലൂടെ മാത്രമാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാ എന്റെ ഭഗവാനെ ഒന്ന് പരിഹരിക്കുക? ഒന്ന് മാറി ഒന്ന്. അമ്മേ പറ. ആ മോളെ, ഒരുപാട് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ക്ഷീണത്തില്. ഞാൻ എന്താ വീട്ടിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമായിരുന്നു. അപ്പോഴാ അമ്മ വിളിച്ച. അപ്പൊ നീ വീട്ടിലേക്ക് പോയില്ലേ? എന്താ അമ്മേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇന്ന് വല്ലാത്തൊരു ദിവസം. അപ്പോ മോള് കാര്യങ്ങളൊന്നും അറിഞ്ഞു കാണില്ലല്ലേ? എന്താ അമ്മേ, എന്താ കാര്യം? ശ്യാമ അവിടെ നിന്ന് വഴക്കുണ്ടാക്കി കൊച്ചിനെ കൊണ്ട് ഇവിടെ വന്ന് നിപ്പുണ്ട്. രോഹിത്തിനെ എന്തോ പണിയെ ഏൽപ്പിച്ചെന്നൊക്കെ അവള് പറയുന്നേ. ശ്യാമയ്ക്കിപ്പോ എല്ലാവരോടും വൈരാഗ്യം അമ്മേ. എന്നോട് പോലും ഒരു വൈരാഗ്യ ചൊവ്വയോടെ മാത്രമേ അവള് സംസാരിക്കുന്നുള്ളൂ. എന്നോടിപ്പോ ഇങ്ങനെയാവുമ്പോ മറ്റുള്ളവരോടുള്ള അവളുടെ പെരുമാറ്റം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം, വന്നിട്ട് സംസാരിക്കാം. ശരി. നീ ഇതുവരെ പോയില്ലേ? ഇല്ല, ഞാൻ ഒരു കാര്യം ഏട്ടത്തിയടുത്ത് പറയാൻ വന്നതാ. അത് പറയാതെ എങ്ങനെ പോകുന്നേ? എടാ, അത് പിന്നെ ഞാൻ അന്നേരത്തെ ഒരു ദേഷ്യത്തിന്. അയ്യോ, അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. ഏട്ടത്തി മൂക്കിൻ തുമ്പത്ത് ദേഷ്യമായിട്ടിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു. അത് എന്റെ തെറ്റാ.